വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മകരരാശിയിലെ തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ തുടക്കമായി. ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു, ദുഃഖദുരിതങ്ങളൊക്കെ അവസാനിക്കുന്നു. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തിരുവോണം നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു ദേവീ ഭക്തനാണ് ഈ തിരുവോണം നക്ഷത്ര ജാതകനെങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഗുരുവായൂരൊക്കെ ദർശനം നടത്തണം, തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തണം തിരുവോണം നക്ഷത്ര ജാതകർ. ദേഷ്യ സ്വഭാവമൊക്കെ കുറിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. അടുത്തത് കർക്കിടകൻ രാശിയിലെ പൂയം നക്ഷത്രമാണ്. കുറേ കാലങ്ങളായി വിഷമങ്ങളായിരുന്നു, ഒരുപാട് അനുഭവിച്ചു. ഇനി അനുഭവിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അത്രയേറെ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിക്കുന്നവരാണിവർ. എന്നാൽ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഈ